ഹലോ ഗായ്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു കോഴി ഫാമിലാണ്. ഇവിടെ ഉള്ളത് നമുക്ക് കുറേ കോഴികളെ കാണാം. ഇതൊക്കെ പല ഇനത്തിലുള്ള കോഴികളാണ്. ഇവിടെ ഉള്ളത് കുറേ ഇനം കോഴികളുണ്ട്. സെയിലിനും ഉണ്ട്, മുട്ട വിൽക്കാനും ഉണ്ട്, ഇറച്ചിക്കും ഉണ്ട്. പലതരം കോഴികളുണ്ട്. ഇനി മുട്ടക്കോഴികളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ കുറേ മുട്ടക്കോഴികളുണ്ട്. നല്ല വൃത്തിയായിട്ടാണ് ഇവർ ഈ കോഴി ഫാം സൂക്ഷിക്കുന്നത്. കാണാം, ഇത് BV318 എന്ന് പറഞ്ഞ മുട്ടക്കോഴികളാണ്. ഇത് മുട്ടക്കോഴിയാണ്. നിരന്ന് മുട്ട എടുക്കാനാണ്. നിറച്ചും നല്ല മുട്ടക്കോഴികളാണ്. ദിവസവും ഇത് നാടൻ കോഴികളാണ് നിറച്ചും. പിന്നെ ക്രോയിലറാണ്. ക്രോയിലർ ഇത് ഇവിടെ മുട്ട എടുപ്പുണ്ട്. ദഹിൻ്റെ ഉള്ളൊരു മുട്ട ഉണ്ട്. കാണാം, ആ ഒരു മുട്ട ഉണ്ട് ദൈവ. ഇങ്ങനെ കുറേ മുട്ടകൾ ഇവിടെ കിട്ടാറുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കരിങ്കോഴികളിപ്പോൾ പിന്നെ മുട്ട വിൽക്കാനുണ്ട്. പിന്നെ ബ്രോയിലറുണ്ട്. ഇപ്പുറത്ത് കിടക്കുന്ന ബ്രോയിലറും അപ്പുറത്ത് കിടക്കുന്ന ക്രോയിലറും. ഇങ്ങനെ കുറേ കോഴികളുണ്ട്. പിന്നെ ഇവിടെ ഉള്ള വേറെ ഒന്നാണ് കരിങ്കോഴികൾ. ഇവിടെ ഇത് ഒരു നാടൻ കോഴീൻ്റെ ഒരു പൂവനാണ്. പിന്നെ ഇത് കരിങ്കോഴി കുഞ്ഞുങ്ങൾ. പിന്നെ ഇത് നാടൻ കോഴി. കാണാൻ പറ്റുന്ന കാണാൻ പറ്റും. ഇവൻ ഭയങ്കര അഗ്രസീവാണ്, എപ്പോഴും കൊത്തുക എല്ലാവരും. ഇതാണ് കാടക്കോഴികൾ, കരിങ്കോഴികൾ നിറച്ചുണ്ട്. കുറേ മുട്ടയും കിട്ടാറുണ്ട് ഇതിൻ്റെ. കരിങ്കോഴികളാണിത്. പിന്നെ ഇതിൻ്റെ മുട്ട ഞങ്ങൾ തന്നെ ഇൻക്യുബേറ്ററിൽ വെച്ച് പിന്നെ വിരിയിപ്പിക്കുന്നതാണ്. എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഇവിടെ തന്നെ വെച്ച് ഇൻക്യുബേറ്ററിൽ വിരിയിപ്പിച്ചെടുക്കുന്നതാണ്. അങ്ങനെ വിരിയിപ്പിച്ച കുഞ്ഞുങ്ങളാണ് ഇത്. പിന്നെ ഇതിലും കുഞ്ഞു കോഴികളൊക്കെ ഉണ്ടായി. കുറേ എണ്ണത്തിനെ വിറ്റ് പോയിന്നാണ് ഇവരിപ്പോൾ പറയുന്നത് ഇവിടെ. പിന്നെ ഇവിടെ കുറേ കാടക്കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. കാടക്കോഴികളൊക്കെ കുഞ്ഞുങ്ങളാണ് ഈ അടുത്ത് ഇറക്കിയിട്ടുള്ളൂ കുഞ്ഞു. പിന്നെ ഇവരെ റൂഫ് ടോപ്പിലായിട്ടും കുറേ കോഴിക്കുഞ്ഞുങ്ങളെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ ഇവിടെ അറിയാം, ഒരു പറമ്പാണിത് നിറച്ച്. അവിടെയൊക്കെ കണ്ടെന്ന ഒരു പറമ്പാണിത്.